തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും OTTയിൽ വരാത്ത സിനിമകളുണ്ട്. ഇതിന്റെ ആദ്യ പാർട്ടായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ബാന്ദ്ര, പള്ളിച്ചട്ടമ്പി, വിലായത്ത് ബുദ്ധ തുടങ്ങിയ സിനിമകൾ എന്തുകൊണ്ടാണ് ഇതുവരെ OTT എടുക്കാത്തതെന്ന് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുവരെ OTT റിലീസ് ആവാത്ത ബാക്കി സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഹണി റോസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ റേച്ചൽ എന്ന സിനിമയാണ്. ഹൈ റേഞ്ചിലെ ഒരു വലിയ കശാപ്പുകാരിയുടെ കഥയാണ് റേച്ചൽ പറയുന്നത്. കന്നുകാലികളെ വെട്ടുന്ന വലിയ കത്തിയും ചോര പുരണ്ട വസ്ത്രങ്ങളുമായി ജീവിക്കുന്ന റേച്ചലിനെ സമൂഹം മാറ്റി നിർത്താൻ നോക്കുന്നു. എന്നാൽ തന്നെയും തന്റെ കുടുംബത്തെയും തകർക്കാൻ നോക്കുന്നവർക്കെതിരെ അതേ കശാപ്പുകത്തി എടുത്ത് റേച്ചൽ നടത്തുന്ന ചോര ചിന്തുന്ന പ്രതികാരമാണ് ഈ സിനിമയുടെ കാതൽ. ഒരു വയലന്റ് ആക്ഷൻ ഡ്രാമയാണ് ഈ സിനിമ. റേച്ചൽ OTTയിൽ എത്താത്തതിന്റെ കാരണം സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം സിനിമയുടെ തിയേറ്റർ റിലീസ് തന്നെ പലതവണ മാറ്റിവെച്ചിരുന്നു. OTT ഡീൽ സംബന്ധിച്ചും നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റേച്ചലിന്റെ ഡിജിറ്റൽ റിലീസ് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. സണ്ണി വെയിൻ നായകനായി തിയേറ്ററുകളിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് വരെ TVയിലോ OTTയിലോ വരാത്ത ഒരു സിനിമയുണ്ട്, ഫ്രഞ്ച് വിപ്ലവം. ഒരു ഗ്രാമം മുഴുവൻ മദ്യത്തിന് വേണ്ടി നടത്തുന്ന രസകരമായ ഒരു വിപ്ലവത്തിന്റെ കഥയാണിത്. കഥ നടക്കുന്നത് 1996-ലാണ്. അന്നത്തെ ആന്റണി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ വ്യാജവാറ്റ് പൂർണ്ണമായി നിരോധിക്കുന്നു. കൊച്ചുകടവ് എന്ന ചെറിയൊരു ഗ്രാമത്തിലെ പ്രധാന ആശ്വാസം വൈകുന്നേരങ്ങളിലെ കള്ളുകുടി മാത്രമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം മദ്യം കിട്ടാതാകുന്നതോടെ ആ നാട്ടിലെ കുടിയന്മാരും സാധാരണക്കാരും വലിയ പ്രതിസന്ധിയിലാകുന്നു. നായകനായ സണ്ണി വെയിന്റെ കഥാപാത്രവും കൂട്ടുകാരും ചേർന്ന് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും മദ്യം എത്തിക്കാൻ ചില സൂത്രപ്പണികൾ ഒപ്പിക്കുന്നു. എന്നാൽ ഇത് വലിയൊരു പോലീസ് കേസ് ആവുകയും നാട്ടിൽ ഒരു ചെറിയ ഫ്രഞ്ച് വിപ്ലവം തന്നെ നടക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ കഥ. 2018-ലാണ് ഈ സിനിമ റിലീസായത്. അക്കാലത്ത് കേരളത്തിൽ OTT മാർക്കറ്റ് ഇത്രത്തോളം സജീവമായിരുന്നില്ല. തിയേറ്ററുകളിൽ വലിയ സാമ്പത്തിക വിജയം നേടാൻ കഴിയാതെ പോയതോടെ പിൽക്കാലത്ത് ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങാൻ കമ്പനികൾ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഈ സിനിമ ഇപ്പോഴും പെട്ടിയിൽ തന്നെ. അടുത്തത് എന്ന് സ്വന്തം പുണ്യാളൻ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ എന്ന് സ്വന്തം പുണ്യാളൻ 2025 ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പല മലയാള സിനിമകൾക്കും റിലീസിന് ശേഷം മാത്രമാണ് OTT ഡീൽ ലഭിക്കുന്നത്. പ്രകടനം ദുർബലമായാൽ ഡീൽ വൈകാനും സാധ്യതയുണ്ട്. പ്രേക്ഷക പ്രതികരണവും മിക്സഡ് ആയിരുന്നു. ബോക്സ് ഓഫീസ് പ്രകടനം പ്രതീക്ഷിച്ചതിലും താഴെയായതും OTT ഡീൽ വൈകാൻ കാരണമായി. അതുകൊണ്ട് തന്നെ റിലീസ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും സിനിമയുടെ OTT റിലീസ് ഇന്നും ദുരൂഹമായി തുടരുന്നു. അടുത്തത് ശ്രീനാഥ് ബാസിയുടെ കറക്കം. ഹൊറർ, കോമഡി, മ്യൂസിക് എന്നീ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു വ്യത്യസ്ത പരീക്ഷണമായാണ് കറക്കം അവതരിപ്പിക്കപ്പെട്ടത്. ട്രെയിലറിലും പ്രൊമോഷനിലും കണ്ടതുപോലെ ദുരൂഹത നിറഞ്ഞ ലോകത്തേക്കാണ് സിനിമ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ശ്രീനാഥ് ബാസിയുടെ പ്രകടനം, വ്യത്യസ്തമായ കഥാപശ്ചാത്തലം, നിഗൂഢത നിറഞ്ഞ അന്തരീക്ഷം എന്നിവ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളാണ്. സാധാരണ ഹൊറർ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുഭവം നൽകുമെന്ന പ്രതീക്ഷയോടെയാണ് സിനിമ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത്. എന്നാൽ തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ സിനിമാ പ്രേമികൾ ഇപ്പോഴും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെ ഏറെ വൈകിയെത്തിയ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. പൊങ്കാല എന്നാണ് സിനിമയുടെ പേര്. അടുത്തത് ഒരു സർക്കാർ ഉൽപ്പന്നം. റിലീസിന് തൊട്ട് മുൻപ് സെൻസർ ബോർഡിന്റെ കത്രികയിൽ കുടുങ്ങി പേര് വരെ മാറ്റേണ്ടി വന്ന സിനിമയാണിത്. സുബേഷ് സുധിയും ഷെല്ലിയും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ തിയേറ്ററിൽ വന്നെങ്കിലും OTTയിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. എന്നാൽ ഭാരത് സർക്കാർ എന്ന വാക്ക് മാറ്റാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ ഒരു പുരുഷ വന്ധ്യംകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കഥ പറയുന്നത്. ആശാവർക്കറായ നായികയ്ക്ക് ഈ പദ്ധതി വിജയിപ്പിക്കാൻ നാട്ടിൽ നിന്ന് ഒരു പുരുഷനെ കണ്ടെത്തേണ്ടി വരുന്നു. അങ്ങനെ പാവത്താനായ നായകൻ ഇതിന് സമ്മതിക്കുന്നു. എന്നാൽ അതിനുശേഷം ഇവർക്കുണ്ടാകുന്ന ചില മെഡിക്കൽ പ്രശ്നങ്ങളും തുടർന്ന് ഈ ദമ്പതികൾ ഗവൺമെന്റിനെതിരെ കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടവുമാണ് സിനിമയുടെ കഥ. ഒരു നല്ല സോഷ്യൽ മെസ്സേജുള്ള ഫാമിലി ഡ്രാമയാണിത്. 2024 മാർച്ചിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. പേരുമാറ്റ വിവാദം സിനിമയ്ക്ക് വലിയ തിരിച്ചടിയായി. തിയേറ്ററുകളിൽ ആളുകൾ കയറാത്തതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ഈ പരാജയം കാരണം OTT കമ്പനികൾ സിനിമ വാങ്ങാൻ തയ്യാറായിട്ടില്ല. നിലവിൽ നിർമ്മാതാക്കൾ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT റൈറ്റ്സിനായി കുറഞ്ഞ തുകയ്ക്ക് ചർച്ചകൾ നടത്തുന്നുണ്ട്. അടുത്തത് സിദ്ധാർത്ഥ് ഭരതന്റെ സംവിധാനത്തിൽ സൗബിൻ അഭിനയിച്ച ഒരു അപൂർവ ഫാന്റസി സിനിമയാണ് ജിന്ന്.
തിയേറ്ററുകളിൽ വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ച ഈ സിനിമ ഇതുവരെ OTTയിൽ വരാത്തതിന് പിന്നിൽ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. നായകനായ സൗബിൻ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അയാൾക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. തന്റെ മുന്നിൽ വരുന്ന ആളുകളുടെ പെരുമാറ്റവും സ്വഭാവവും അതേപടി അനുകരിക്കാൻ തുടങ്ങും. നാട്ടുകാർ വിചാരിക്കുന്നത് ഇയാൾക്ക് ജിന്ന് കൂടിയതാണെന്നാണ്. തുടർന്ന് ഇയാളുടെ ഈ അവസ്ഥയെ ചിലർ ചൂഷണം ചെയ്യുന്നു. സൗബിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഈ സിനിമയിലേത്. സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. അതുമാത്രമല്ല, ഇതിന്റെ നിർമ്മാതാക്കൾക്ക് സിനിമയുടെ റിലീസുമായി വലിയ കടബാധ്യതകൾ ഉണ്ടായി. നിയമപരവും സാമ്പത്തികപരവുമായ തർക്കങ്ങൾ കാരണമാണ് ജിന്ന് ഇതുവരെയും OTTയിൽ എത്താത്തത്. അടുത്തത് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ. ഇന്ദ്രജിത്ത്, നൈല ഉഷ, ബാബുരാജ് എന്നിവർ ഒന്നിച്ച ഒരു ഫൺ ഫാന്റസി മൂവിയാണിത്. ഒരു പഴയ വില്ല വാങ്ങി അവിടെ പുതിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ നായകനും കൂട്ടരും പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ആ വില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ കുറച്ച് ആത്മാക്കളുടെ താമസമുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ആരംഭിച്ച് രോഗികൾ വരുമ്പോൾ ഈ പ്രേതങ്ങൾ അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡോക്ടർമാരും പ്രേതങ്ങളും തമ്മിലുള്ള വടംവലിയും ഒടുവിൽ ആ പ്രേതങ്ങളുടെ മരിച്ചുപോയതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഡോക്ടർ കണ്ടുപിടിക്കുന്നതുമാണ് സിനിമയുടെ കഥ. ഫാമിലി ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി സിനിമയാണിത്. 2023 ഓഗസ്റ്റിലാണ് സിനിമ റിലീസ് ചെയ്തത്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ റിലീസിന് മുൻപ് തന്നെ സിനിമയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നില്ല. തിയേറ്ററിലെ പരാജയത്തിന് ശേഷം OTT ബിസിനസ് പൂർണ്ണമായി നിലച്ചുപോയതാണ് റിലീസ് വൈകാൻ കാരണം. അടുത്തത് ആളങ്കം. ലുക്മാൻ അവറാൻ, ജാഫർ ഇടുക്കി, ശരത് അപ്പാനി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റോഡ് മൂവി സിനിമയാണിത്. ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ വിവരം 90% പ്രേക്ഷകരും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരു രാത്രിയിൽ കാട്ടിലൂടെയുള്ള റോഡ് യാത്രയ്ക്കിടയിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. ഒരു മർഡറും അതുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ചുപേരും അവരുടെ വഴിയിലേക്ക് കടന്നുവരുന്ന മറ്റ് ചില നിഗൂഢ കഥാപാത്രങ്ങളും. ജാഫർ ഇടുക്കിയുടെയും ലുക്മാന്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രതികാരവുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യന്റെ ക്രൂരതയും അത്യാഗ്രഹവും പച്ചയായി കാണിക്കുന്ന ഒരു റോഡ് ത്രില്ലർ സിനിമയാണിത്. 2023 ഫെബ്രുവരിയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് യാതൊരുവിധ പ്രൊമോഷനും ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു സിനിമ ഉണ്ടെന്ന കാര്യം OTT കമ്പനികൾ പോലും മറന്നുപോയിട്ടുണ്ടാവാം. അടുത്തത് പുഷ്പക വിമാനം. 2024 റിലീസ് ചെയ്ത ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് സിജു വിൽസൺ, ബാലു വർഗീസ്, ലെന, സിദ്ദിഖ് എന്നിവരാണ്. സിനിമയുടെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ഒരു വ്യത്യസ്ത ടൈം ബേസ്ഡ് ത്രില്ലർ അനുഭവമാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. സിജു വിൽസൺ അന്ന് 19ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം കരിയറിലെ മികച്ച സമയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് തുടക്കത്തിൽ പ്രതീക്ഷയേറെ ഉണ്ടായിരുന്നു. എന്നാൽ തിയേറ്റർ റിലീസിന് ശേഷം സ്ഥിതി മാറി. പ്രേക്ഷകരിൽ നിന്ന് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചത്. സിനിമയുടെ ആശയം പുതുമയുള്ളതാണെങ്കിലും തിരക്കഥയും അവതരണവും ആശയത്തിന് പൂർണ്ണ നീതി പുലർത്തിയിട്ടില്ലെന്നാണ് പല റിവ്യൂകളും വന്നത്. സിനിമയ്ക്ക് ശരാശരിക്കും താഴെയുള്ള റേറ്റിംഗ് ആണ് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്റർ ഒക്യുപ്പൻസി വളരെ കുറവായിരുന്നു. കേരളത്തിൽ ആദ്യ ദിന ഗ്രോസ് ഏകദേശം 14 ലക്ഷം രൂപ അടുപ്പിച്ചായിരുന്നു. ആകെ കളക്ഷനും വളരെ താഴ്ന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ബോക്സ് ഓഫീസ് വിജയമായി വിശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ OTT റിലീസ് ആവാതെ കെട്ടിക്കിടക്കുന്ന സിനിമകൾ. ഇതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകളെ പറ്റി അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതിലേതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ബൈ.